Page number 78, exercise 3.3, B question. Divide എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അഞ്ചാമത്തത് rupees 81.90 divided by 9. എങ്ങനെ ചെയ്യും? 81.90 divided by 9. 81-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 എന്ന് കിട്ടും. 9 into 9 81. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിക്കൊണ്ട് 9 എടുത്ത് എഴുതി. ഡെസിമൽ പോയിന്റ് അതേപോലെ മേലെ ക്വോഷ്യന്റിൽ ഇട്ട് കൊടുത്തു. 9-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 1 into 9 9. 0. ഈ 0 എടുത്ത് എഴുതുക. 0. 0-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0. അപ്പൊ എത്ര കിട്ടും? rupees 9.10. അതായത് 9 rupees 10 paise. മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാവോ? ഡിവിഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാണോ ഈ ക്വസ്റ്റ്യൻ ആണോ പറഞ്ഞതരണ്ടേ? യെസ്. 81.90-നെ നമ്മള് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 8-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? 81-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 9 എന്ന് എഴുതും. 81-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 എന്ന് കിട്ടും. 9 into 9 81. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ 9 നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി. ഈ ഡെസിമൽ പോയിന്റ് നേരെ ക്വോഷ്യന്റിൽ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി താഴേക്ക് എടുത്ത് എഴുതിയ 9-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 1 into 9 9. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. അടുത്തത് ഒരു 0 ആണ് ബാക്കിയുള്ളത്. 0-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 എന്ന് കിട്ടും. 0 into 9 0. റിമൈൻഡർ 0 തന്നെ വരും. അപ്പൊ എന്ത് കിട്ടും? 9.10 rupees 9.10 എന്ന് കിട്ടും. അതായത് 9 rupees 10 paise. മനസ്സിലായോ? മനസ്സിലായോ? ഇനി ഡിവിഷന്റെ വേണോ? ഡിവിഷന്റെ ക്വസ്റ്റ്യൻ ചെയ്യണോ? വേണ്ട, ഡിവിഷൻ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കാം അടുത്തത്. ഓക്കെ, അപ്പൊ മണിയിൽ നമ്മൾ അഡീഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഡിവിഷനും പഠിച്ചു. ഇതിൽ വേർഡ് പ്രോബ്ലംസ് വരുന്നുണ്ട്. വേർഡ് പ്രോബ്ലം എക്സാമിന് വരുന്നുണ്ടെങ്കിൽ മീനിങ് പറഞ്ഞു തരാം. അതിനനുസരിച്ച് ചെയ്താൽ മതി. എന്താ ഒന്നും കൂടി പറയാൻ നമ്മൾ വലിയൊരു ടോപ്പിക് എടുത്ത് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ് കയറിയില്ലല്ലോ. ആ ക്ലാസ് യൂട്യൂബിൽ കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് പുതിയ ടോപ്പിക് ആണ് വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. പേജ് നമ്പർ 80. പേജ് നമ്പർ 80. എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ് അറിയോ? കേട്ടിട്ടുണ്ടോ പ്രോഫിറ്റും ലോസും? അറിയേയില്ല. പ്രോഫിറ്റ് എന്താ, ലോസ് എന്താ ഒന്നും കേട്ടിട്ടേ ഇല്ല. എന്തോ? പ്രോഫിറ്റ് ലോസ് എന്ന് കേട്ടിട്ടേ ഇല്ലേ? ആദ്യമായിട്ട് കേൾക്കാണോ? ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലോ
പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല് നഷ്ടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്രോഫിറ്റ്. നഷ്ടമില്ലാത്ത സിറ്റുവേഷന് നമ്മൾ എന്താ പറയാ? ലാഭം എന്ന് കേട്ടിട്ടുണ്ടോ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല് ലാഭം, ലോസ് എന്ന് പറഞ്ഞാല് നഷ്ടം. ഓക്കെ, ഇപ്പൊ നിങ്ങള് കടയിൽ ചെന്നിട്ട് ഒരു 5 രൂപയുടെ പെന്ന് വാങ്ങി. ഫോർ എക്സാമ്പിൾ, ആരാ ഇപ്പൊ വാങ്ങുന്നേ? ആരാ പെന്ന് വാങ്ങാൻ പോന്നെ? ആൻഡ്രോസിന്റെ കയ്യിലുള്ള 5 രൂപ കൊണ്ട് കടയിൽ പോയിട്ട് ഒരു പെന്ന് വാങ്ങി. എന്നിട്ട് ആൻഡ്രോസ് എന്ത് ചെയ്തു? സ്കൂളിൽ വന്നിട്ട് ആ പെന്ന് എന്ത് ചെയ്തു? അല്ലയ്ക്ക് 7 രൂപ മേടിച്ചിട്ട് കൊടുത്തു. ആൻഡ്രോസ് 5 രൂപ കൊടുത്തു വാങ്ങിയ പെന്ന് ആൻഡ്രോസിന്റെ കയ്യിൽ നിന്ന് അല്ല എന്ത് ചെയ്തു? 7 രൂപ കൊടുത്ത് മേടിച്ചു. ആൻഡ്രോസിന്റെ കയ്യിൽ നിന്നുള്ള 5 രൂപ പോയിട്ട് ആൻഡ്രോസിന് ഇപ്പൊ എത്ര രൂപ കിട്ടി? 7 രൂപ കിട്ടി അല്ലേ? 7 രൂപ കിട്ടി. അപ്പോ അവിടെ ആൻഡ്രോസിന് എത്ര രൂപയാ അധികം കിട്ടിയിരിക്കുന്നേ? 7 അല്ലല്ലോ, 5 രൂപയാണ്. 2 രൂപ അധികം കിട്ടിയിട്ടുണ്ട് അല്ലേ? ആൻഡ്രോസിന്റെ കയ്യിൽ ഓൾറെഡി 5 രൂപ ഉണ്ടായിരുന്നു. ആ 5 രൂപ കൊടുത്തിട്ട് 7 രൂപ കിട്ടി. അപ്പൊ എത്ര രൂപ അവിടെ അധികം വന്നു? 2 രൂപ അധികം വന്നു. ആ 2 റുപ്പീസിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രോഫിറ്റ് എന്ന് പറയാം. അധികം കിട്ടിയ ലാഭവും നഷ്ടവും. അപ്പോ ആൻഡ്രോസിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന എക്സ്ട്രാ 2 റുപ്പീസ് ആണ് പ്രോഫിറ്റ്. അതാണ് ലാഭം. 5 രൂപ ചെലവായെടുത്ത് നമുക്ക് 2 രൂപ എക്സ്ട്രാ കിട്ടി. 2 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി കൃപ എന്ത് ചെയ്തു? 10 രൂപയുടെ ഒരു പെന്ന് വാങ്ങി. കൃപയുടെ കയ്യിൽ 10 രൂപ ഉണ്ടായിരുന്നു. കൃപ 10 രൂപയുടെ ഒരു പെന്ന് വാങ്ങി. സ്കൂളിൽ എത്തിയിട്ട് ഷെഫിക്ക് അത് 7 രൂപയ്ക്ക് കൊടുത്തു. 10 രൂപയുടെ പെന്ന് വാങ്ങിയിട്ട് 7 രൂപയ്ക്ക് കൊടുത്തു. കൃപയ്ക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടോ? അവിടെ കൃപയ്ക്ക് 3 രൂപ ലോസ് ആയി, 3 രൂപ നഷ്ടമായി അല്ലേ? 10 രൂപ കൊടുത്തു വാങ്ങിയ സാധനം ഷെഫിക്ക് കൊടുത്തേ 7 രൂപയ്ക്ക്. അപ്പൊ കൃപയ്ക്ക് എത്ര രൂപ അവിടെ നഷ്ടം വന്നു? 3 രൂപ. അതാണ് ലോസ്. അതായത് ഇവിടെ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസില്. കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ്, ഔട്ട്ലേ, ഓവർഹെഡ് എക്സ്പെൻസ്. ഇത്രയും ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതെവിടെയാണെന്ന് നിങ്ങൾ നോക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. അത് അതുപോലെ നിങ്ങൾ കേട്ടാ മതി. ഓക്കെ, ടെക്സ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോസ് 5 രൂപയുടെ പെന്ന് വാങ്ങി, കൃപ 10 രൂപയുടെ പെന്നും വാങ്ങി. അതാണ് കോസ്റ്റ് പ്രൈസ്. നമ്മൾ വാങ്ങുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന പ്രൈസിനെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ്രോസ് ആദ്യം വാങ്ങിയത് 5 രൂപയുടെ, അപ്പൊ ആ പെന്നിന്റെ കോസ്റ്റ് പ്രൈസ് 5 റുപ്പീസ്. കൃപ വാങ്ങിയത് 10 റുപ്പീസിന്റെ പെന്ന്, അപ്പൊ കൃപ വാങ്ങിയതിന്റെ കോസ്റ്റ് പ്രൈസ് 10. ഇനി ആൻഡ്രോസ് ആ പെന്ന് കൊടുക്കുന്നത് അല്ലേക്ക് കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാ? 7 രൂപയ്ക്ക് അല്ലെ? 7 റുപ്പീസ്. അപ്പൊ ആ 7 റുപ്പീസ് ആണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ്. സെൽ ചെയ്ത പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസ്. സോൾവ് ചെയ്യുന്ന പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസ്. ആൻഡ്രോസ് കൊടുത്തത് 7 രൂപയ്ക്ക്, ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ്. കൃപ കൊടുത്തതോ അതും 7 രൂപയ്ക്ക് അല്ലെ? 10 രൂപയുടേത് 7 രൂപയ്ക്ക് കൊടുത്തു. ഷെഫിക്ക് കൊടുക്കുന്നു, അവിടെയും 7 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്.
ഇനി ആൻഡ്രോസിന് കിട്ടിയ 2 rupees ആണ് പ്രോഫിറ്റ് അല്ല, ആൻഡ്രോസിന് എക്സ്ട്രാ കിട്ടിയ 2 rupees പ്രോഫിറ്റ്. കൃപയ്ക്ക് വന്ന 3 rupees ലോസ്. കൃപയുടേത് ലോസും ആൻഡ്രോസിൻ്റെത് പ്രോഫിറ്റും. ഇനി ആൻഡ്രോസ് 5 രൂപയുടെ സാധനം പെന്ന് വാങ്ങിയിട്ട് അതിന് മഷി തീർന്നതുകൊണ്ട്, റീഫില്ലറിൽ മഷി തീർന്നതുകൊണ്ട് 1 രൂപയുടെ റീഫില്ലർ വാങ്ങിയിട്ടു. ഓക്കെ, 1 രൂപയുടെ റീഫില്ലർ വാങ്ങിയിട്ടതിന് ശേഷമാണ് അലിനയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ അലിനയ്ക്ക് കൊടുക്കുന്ന പഴയ പെന്നാണേ. ആൻഡ്രോസ് ഉപയോഗിച്ച് അതിലെ മഷിയൊക്കെ തീർന്ന് പുതിയ റീഫില്ലർ വാങ്ങിയിട്ടതിന് ശേഷമാണ് അലിനയ്ക്ക് കൊടുക്കുന്നത്. 5 രൂപയുടെ പെന്നിന് 1 രൂപയുടെ റീഫില്ലർ വാങ്ങി. ആ 1 രൂപ അതിന് ആൻഡ്രോസ് എക്സ്ട്രാ ചെലവാക്കി അല്ലേ? ഇല്ലേ? മഷി തീർന്നത് കൊണ്ട് 1 രൂപയുടെ റീഫില്ലർ വാങ്ങാൻ വേണ്ടി 1 രൂപ എക്സ്ട്രാ ചെലവാക്കി. ആ എക്സ്ട്രാ ചെലവാക്കിയ 1 രൂപയാണ് ഓവർ ഹെഡ് എക്സ്പെൻസ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് അതിന്റെ റിപ്പയറിന് വേണ്ടി എക്സ്ട്രാ ചെലവാക്കുന്ന എമൗണ്ട് ആണ് ഓവർ ഹെഡ് എക്സ്പെൻസ്. ഓക്കെ, അപ്പൊ അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, കോസ്റ്റ് പ്രൈസ് ശരിക്കും 5 rupees ആണ്. പിന്നെ നമ്മൾ കോസ്റ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ കോസ്റ്റ് പ്രൈസിനോട് കൂടി ഓവർ ഹെഡ് എക്സ്പെൻസും കൂടി ആഡ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും അതിന് എക്സ്ട്രാ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ വാങ്ങിയ സാധനത്തിന് റിപ്പയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടി കോസ്റ്റ് പ്രൈസിന്റെ കൂടി ആഡ് ചെയ്യും. അങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് അപ്പൊ എന്താ? കോസ്റ്റ് പ്രൈസിനോട് കൂടി ഓവർ ഹെഡ് എക്സ്പെൻസ് ആഡ് ചെയ്ത എമൗണ്ടിനെയാണ് നമ്മൾ ഔട്ട്ലേ എന്ന് പറയുന്നത്. ഔട്ട്ലേ, OUTLAY, ഔട്ട്ലേ. ഓക്കെ, അപ്പോ ഔട്ട്ലേ ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ചെലവ് വരുന്നുണ്ടെങ്കിൽ ഔട്ട്ലേ എങ്ങനെ കണ്ടുപിടിക്കും? കോസ്റ്റ് പ്രൈസിനോട് കൂടി ഓവർ ഹെഡ് എക്സ്പെൻസ് ആഡ് ചെയ്യാം. ഇതെല്ലാം ഞാൻ നോട്ട് തരാം കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, നോട്ട് തരാം. ഔട്ട്ലേ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ഔട്ട്ലേ മൈനസ് ചെയ്തതായിരിക്കും. ലോസ് കണ്ടുപിടിക്കാൻ ഔട്ട്ലേയിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് മൈനസ് ചെയ്താൽ മതി. നോട്ടായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോട്ടില് ഇപ്പൊ എഴുതുന്നെങ്കിൽ കൂടെ എഴുതിക്കോ. കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, എഴുതുന്നെങ്കിൽ എഴുതിക്കോ. എന്താ നമ്മുടെ ടോപ്പിക്? പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതിൽ ആദ്യത്തെ ടേം കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്താ? കോസ്റ്റ് പ്രൈസ് cost price is the price of purchase price of a product is
known as cost price. The purchase price of a product is known as cost price. Next, selling price. Selling price. Cost price നമ്മൾ CP എന്നാണ് പറയുന്നത്. അതിന്റെ ബ്രാക്കറ്റിൽ അതുകൂടി എഴുതി വെച്ചു. കോസ്റ്റ് പ്രൈസിനെ CP. ഇത് വാട്സാപ്പിൽ ഇട്ട് തരുമോ? ആ വാട്സാപ്പിൽ ഇട്ട് തരാം. കോസ്റ്റ് പ്രൈസിനെ CP എന്ന് പറയും. അതുപോലെ സെല്ലിംഗ് പ്രൈസിനെ SP എന്നും പറയും. ഓക്കെ, selling price, it is the price of a product when sold. വിൽക്കുന്ന സമയത്ത് ആ പ്രൈസ്, ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്താണോ അതാണ് സെല്ലിംഗ് പ്രൈസ്. സോൾഡ് വരെയുണ്ടോ? ആ. നെക്സ്റ്റ്, പ്രോഫിറ്റ്. Profit. എന്താ profit? When SP greater than, when SP greater than CP, there will be a profit. When SP greater than selling price ആണ് കോസ്റ്റ് പ്രൈസിനേക്കാളും വലുതെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആയിരിക്കും. ഇനി ലോസ് ആവുന്നത് എപ്പോഴാ? ലോസ് ആവുന്നത് എപ്പോഴാ? when SP less than CP, there will be loss. Selling price cost പ്രൈസിനേക്കാളും ചെറുതാണെങ്കിൽ അവിടെ ലോസ് ആയിരിക്കും. Then overhead expense. Next page il ezhi tara ട്ടോ. Overhead expense. ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടാരാ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. Overhead expenses. It is the additional expense or repair charges of the product before selling. Overhead expenses, the additional expenses or repair charges of the product
ബിഫോർ സെല്ലിംഗ്. ആ പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് മുന്നേ വരുന്ന അഡീഷണൽ എക്സ്പെൻസും റിപ്പയർ ചാർജും ആണ് ഓവർഹെഡ് എക്സ്പെൻസ്. ദെൻ ഔട്ട്ലേ. Outlay is the sum of CP and overhead expenses. It is sum of CP and overhead expenses. Okay. ഇനി കുറച്ച് ഇക്വേഷൻസ് ആണ്. പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്, ലോസ് കണ്ടുപിടിക്കേണ്ടത്, ഔട്ട്ലേ കണ്ടുപിടിക്കേണ്ടത്, ഔട്ട്ലേ ഉണ്ടെങ്കിൽ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഇക്വേഷൻസ്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു selling price. മിസ് ഇത് നോട്ടിലേക്ക് എഴുതണോ? ഇത് എഴുതാം. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. Then loss is equal to cost price minus selling price. Outlay is equal to, എങ്ങനെ outlay കണ്ടുപിടിക്കാം? Cost price plus overhead expenses. Cost price plus overhead expenses. Outlay ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? When there is an outlay, profit is equal to selling price minus outlay. Loss is equal to outlay minus selling price. Outlay minus selling price. ഇത്രയും കാര്യങ്ങൾ എന്ത് വേണം? ഒന്ന് പഠിച്ചു വെക്കണേ. Profit is equal to SP minus CP. Loss is equal to CP minus SP. Outlay is equal to CP plus overhead expenses. When there is an outlay, profit is equal to SP minus outlay. Loss is equal to outlay minus SP. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുള്ളൂ, 2-3 പ്രോബ്ലംസ്. അത് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. 2:30 ക്ലാസ്സില്ലേ? 2:30 ക്ലാസ് ഇല്ലല്ലോ. ഇപ്പൊ 2 പീരീഡ് എടുത്തില്ലേ? 1 മണിക്ക് 1:45 മാത്രമേ ഉള്ളൂ മിസ്സേ. 2:30 എന്തിനാ ക്ലാസ്? 2 പീരീഡ് അല്ലേ നിങ്ങൾക്ക് അടുപ്പിച്ച് വരുന്നേ? 2 പീരീഡ് ഇപ്പൊ എടുത്തില്ലേ? ഞാൻ വിചാരിച്ചത് 1:45-നും 2:30 ക്ലാസ് ഒന്ന്. ആഹാ, വെറുതെ അല്ലേ 1 മണിക്കത്തെ ക്ലാസ്സിന് കയറാഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ ആദ്യത്തെ ക്ലാസ് മിസ്സായവരെ യൂട്യൂബിലെ ക്ലാസ് കാണാൻ ഞാൻ ലിങ്ക് ഇട്ട് തരാം.
ഇന്ന് പഠിപ്പിച്ചതൊക്കെ പഠിക്കണേ. ഇന്നിപ്പോ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ നോട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അതൊക്കെ പഠിക്കാം. ബാക്കി പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.